എൻ്റെ പേര് പുഷ്പ ജോയി. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. എൻ്റെ മകളുടെ കുഞ്ഞിന് 4 വയസ്സുള്ള കുഞ്ഞിന് അഡിനോയിഡായിരുന്നു. സർജറി ചെയ്യണോ ഡോക്ടർ പറഞ്ഞു. അത്ഭുതങ്ങളുടെ ജപമാല കണ്ടുകൊണ്ടിരിക്കുക ലൈവ്. അപ്പോൾ ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ച്. അപ്പോൾ അച്ഛൻ സ്പോട്ടിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞ് സർജറി പറഞ്ഞ 4 വയസ്സുള്ള അഡിനോയിഡുള്ള കുഞ്ഞിന് ഈശോ സുഖപ്പെടുത്തുന്നെന്ന് പറഞ്ഞ്. പിന്നെ അവനെ ഞങ്ങൾ വീട്ടിൽ കിച്ചു എന്നാണ് വിളിക്കുന്നത്. കിച്ചുവിനെ ദൈവം അനുഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ കുഞ്ഞിന് ഇപ്പം പിന്നെ പനി വന്നെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവന് സ്പ്രേ അടിച്ചുകൊണ്ടിരുന്നതാ. അവനിപ്പോൾ ഞങ്ങൾ സ്പ്രേ അടിക്കുന്നില്ല. പൂർണ്ണ സൗഖ്യം കിട്ടി. പരിപൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. ആ സൗഖ്യം കിട്ടി. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞേ. പിന്നെ എനിക്ക് അടുത്ത സാക്ഷി എൻ്റെ മോൻ ജോസ്പിൻ, 23 വയസ്സുള്ള മോന് 1 വർഷമായിട്ട് വിദേശത്ത് ബാങ്ക് കൊടുത്തിട്ടിരുന്നിട്ട് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത്ഭുതങ്ങളുടെ ജപമാല ഇതാണ് കണ്ടോട്ടെന്ന് പക്ഷേ എൻ്റെ മോനെ ഞങ്ങൾ കുഞ്ഞാന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. കുഞ്ഞാന്ന് പറഞ്ഞ് വിളിക്കുന്ന വ്യക്തിയുടെ വിസ തടസ്സം ഈശോ എടുത്തു മാറ്റുന്ന അച്ഛൻ പറഞ്ഞ്. അപ്പം ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചത് ഞങ്ങൾക്കുള്ള മെസ്സേജ് തന്നെയാണ്. അങ്ങനെ ഞാനും എൻ്റെ മോനും കൂടി ഇവിടെ വന്ന് ഒക്ടോബർ 18 ഇവിടെ വന്ന് 1 ഡേ കൺവെൻഷൻ കൂടി ഞങ്ങൾ കൗൺസിലിംഗ് കൂടിയപ്പോൾ പറഞ്ഞ് വിദേശത്ത് പോകാനുള്ള പെട്ടികളൊക്കെ ഒരുക്കുന്നതായിട്ടാ ഈശോ കാണിക്കുന്നെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് 22 ബുധനാഴ്ച എൻ്റെ മോന് വിസ വന്ന് ഇന്ന് എൻ്റെ മോൻ പോയിട്ട് 1 മാസം തികഞ്ഞ്. ഇവിടുന്ന് ഞങ്ങൾ ചെന്നതിൻ്റെ ആ 1 മാസം തികഞ്ഞ അന്നത്തെ ദിവസം എൻ്റെ മോന് ടിക്കറ്റ് വന്ന് എൻ്റെ മോൻ സൗത്ത് കൊറിയയിലാണ് പോയത്. ഒരു കുഴപ്പമില്ല. കരങ്ങളടിച്ച് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. വിദേശ യാത്ര തടസ്സം മാറ്റി കിട്ടി. എൻ്റെ സഹോദരിയുടെ വീടിൻ്റെ ഭവനം പുതുക്കി പണിയാനായിട്ട് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. ഇങ്ങനെ അത്ഭുതങ്ങളുടെ ജപമാല ലൈവ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞ് അവരുടെ സഹോദരിയുടെ മോന് സംസാരശേഷി ഇല്ലാത്ത മോനാ. സംസാരശേഷി ഇല്ലാത്ത ഒരു മകൻ്റെ ഭവനത്തിൻ്റെ പണി ഈശോ തടസ്സങ്ങൾ എടുത്ത് മാറ്റി തുടങ്ങാൻ പോകുന്നു പറഞ്ഞു. ഇപ്പോൾ അവരുടെ ഭവനത്തിൻ്റെ പണി പൂർത്തിയാകാൻ പോകുന്നു. പിന്നെ ഞങ്ങളുടെ വസ്തുവിനകത്ത് ഒരു തെങ്ങിലൊരു തേങ്ങ ഒന്നും കൊള്ളത്തില്ല. അപ്പം ഞാൻ ഇവിടുന്ന് കൊണ്ട് ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി തെങ്ങിൻ്റെ ചൂട്ടിലിട്ടപ്പോൾ ഇപ്പം നല്ല ഇഷ്ടംപോലെ തേങ്ങയും പിടിക്കുന്നു, കൊഴിഞ്ഞും പോകുന്നില്ല. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം.